ചെയ്യണം. 2 വാക്കൊന്നും വിട്ടു. നീ നിർത്തണ്ടേ? കുറെ നേരമായി കാത്തു നിൽക്കുന്നു. ഞാന് കേരളത്തിലേക്ക് വരാൻ ജേഴ്സി തയ്ച്ചിട്ട് കാത്തിരുന്ന മെസ്സിയുടെ അവസ്ഥയിൽ നിൽക്കുകയായിരുന്നു കുറെ നേരമായിട്ട്. പറ്റുന്നില്ല. എപ്പോഴാണ് അത് പറ്റിയത്? ഞാൻ റെസ്റ്റ് എടുത്തു. ഞാൻ സംസാരിക്കും. പള്ളികൾ കണ്ടിട്ടുണ്ടെങ്കിലും സ്വന്തമായിട്ടൊരു പള്ളിപ്പറമ്പിൽ പന്തലിട്ട് പരിപാടി നടത്തുന്ന പള്ളി ഞാൻ ആദ്യമായിട്ട് പോകാം. നാട്ടില് പള്ളിയുടെ പരിപാടിക്ക് പോയാൽ പള്ളി പറമ്പും അവിടെ പന്തലും അവിടെ ആൾക്കാരൊക്കെ ഇരിക്കും. നമുക്കിപ്പോ പള്ളിയുടെ പരിപാടിക്ക് പോലും അസോസിയേഷന്റെ പരിപാടിക്ക് പോലും ഒക്കെ വേറെ ഓഡിറ്റോറിയങ്ങളിലാണ് പലപ്പോഴും പരിപാടി നടന്ന് കണ്ടിട്ടുള്ളത്. ഇതുപോലെ ഇത്രയും വലിപ്പത്തിൽ ഇത്രയും വിശാലമായി ഇത്രയും ആളുകളെ ഉൾക്കൊള്ളിക്കാവുന്ന രീതിയിൽ നേരത്തെ മലയാളികൾ ഇവിടെ എത്തി ഇത്രയും ഗംഭീരമായ രീതിയിൽ ഒരു പള്ളിയിൽ ഒരു പരിപാടിക്ക് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. അതിനെന്നെ ക്ഷണിച്ചതിന് വലിയ സന്തോഷം. പിന്നെ ഞാൻ ഡയാനയോട് ചോദിച്ചു. അപ്പൊ ഡയാന പറഞ്ഞു കഴിഞ്ഞ തവണ ഡയാന തന്നെ ആയിരുന്നു ഇവിടെ അവതാരക എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായി ഒരു തവണ വന്നിട്ട് തിരക്കേടില്ലാണ്ടൊക്കെ എന്തെങ്കിലും ചെയ്തിട്ട് പോയാൽ അടുത്ത തവണ വീണ്ടും വിളിക്കാൻ സാധ്യതയുള്ള ഒരു പള്ളി കൂടിയാണ് ഇത് എന്നുള്ളത്. അത് മുതലാക്കുക എന്നൊരു ചെറിയ ഉദ്ദേശം എനിക്കുണ്ട്. ഇപ്പൊ ഞാൻ മുന്നിലിരുന്നപ്പോ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. ശ്രേയക്കുട്ടി പറയുന്ന താളത്തിലാടി അനൂപിനറിയാം ഇതാവുമ്പോ വലിയ അപകടം ഇല്ലാണ്ട്